21 തടമന്നരവെന്നൊരു പരശുധരം മമ കാണാകേണം. കാന്താചോരം കൊന്നൊരു വീരം ശാന്താകാരം കാണാകേണം. കർമ്മമാണ് ജീവനെ എപ്പോഴും അനുഗമിച്ചു കൊണ്ടിരിക്കുന്ന ഏക വസ്തു. ഇഹത്തിലും പരത്തിലും എന്ന് വേണ്ട, എവിടെയും കർമ്മമാണ് ജീവൻ്റെ ആശ്രയം. സുഖസമാധാനങ്ങളാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇത് സത്കർമ്മങ്ങളുടെ ഫലമാണ് എന്ന് ആരും സ്മരിക്കുന്നുമില്ല. ഈശ്വരവിശ്വാസവും ധർമ്മനിഷ്ഠയും ഉള്ളവർക്ക് മാത്രമേ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ മൂഢന്മാരുണ്ടല്ലോ, അവർ ധർമാധർമ്മ ചിന്തയൊന്നും ഇല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഫലമായിട്ട് എന്താ? ദാരിദ്ര്യം, രോഗം, ആപത്തുകൾ, ക്ലേശങ്ങൾ, ഇങ്ങനെയുള്ള ദുരിതങ്ങൾ വന്നു ചേരും. എന്നാൽ എനിക്ക് കുറച്ച് ബുദ്ധിയുണ്ട്, അതുകൊണ്ട് ഈ കർമ്മഫലങ്ങളൊക്കെ അകറ്റാമെന്ന് വിചാരിക്കണ്ട. അത് അനുഭവിച്ച് തീരെ തന്നെ വേണം. അനേകം പശുക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് പശുക്കുട്ടി തൻ്റെ അമ്മയെ കണ്ടുപിടിക്കുന്നത് പോലെ കർമ്മഫലം തന്നെ തിരഞ്ഞു പിടിച്ച് വന്നു ചേരുക തന്നെ ചെയ്യും. ഏത് ദിശയിലും അയാളെ അത് പ്രാപിക്കുക തന്നെ ചെയ്യും. ദുഷ്കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിയാനുള്ള ഏക വഴി ഈശ്വരവിശ്വാസമാണ്. ഈശ്വരവിശ്വാസം കൂടുമ്പോൾ നമ്മൾ തന്നെത്താനെ സത്കർമ്മങ്ങളിലേക്ക് നയിക്കപ്പെടും. അത് ധർമ്മനിഷ്ഠയെ നിലനിർത്തും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്ക് ഇഹത്തിലും പരത്തിലും സുഖിയായിട്ട് ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് കഷ്ടപ്പെട്ടാണെങ്കിലും ഈശ്വരവിശ്വാസം വളർത്തിയെടുക്കുന്നതാണ് ഉത്തമം. ഈശ്വരവിശ്വാസം മാത്രമേ നമ്മളെ നേരായ മാർഗത്തിലേക്ക് നയിക്കൂ. അപ്പം യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, വിശ്വം എങ്ങനെയാണ് ഉണ്ടായത് പിതാമഹ? കൈലാസത്തിൽ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഭൃഗുമഹർഷിയോട് ഭരദ്വജൻ ഒരിക്കൽ ഈ ചോദ്യം ചോദിക്കുകയുണ്ടായി. വിശ്വത്തിനെ സൃഷ്ടിച്ചത് ആരാണ്? പ്രളയകാലത്ത് ഈ വിശ്വം എവിടെയാണ് പോയി ലയിക്കണത്? എങ്ങനെയാണ് ജീവൻ ജനിക്കണതും മരിക്കണതും? മരണശേഷം ഈ ജീവൻ എവിടെയാ പോയി ചേരണത്? ഇതൊക്കെയായിരുന്നു ചോദ്യം. അപരിച്ഛിന്നമായ സച്ചിദാനന്ദമായ ബ്രഹ്മതത്വത്തിൽ നിന്നും ആദ്യം മാനസദേവൻ ഉണ്ടായി. അതിന്ന് മഹത്തത്വം, അഹത്തത്വം, ത്രിഗുണങ്ങൾ, പഞ്ചതന്മാത്രകൾ, ആകാശാദി പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ ഇവ ഉണ്ടാവണം. ഈ വക തത്വങ്ങളൊക്കെ കൂടിച്ചേർന്ന് ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ സാക്ഷാൽ നാരായണൻ്റെ അവതാരം ഉണ്ടാവണം. ശ്രീനാരായണൻ്റെ നാഭിന്ന് ഒരു താമരപ്പൂവ് ഉയരണു. ആ താമരപ്പൂവിൽ ബ്രഹ്മദേവൻ അവതരിക്കണം. ഈ ബ്രഹ്മദേവനാണ് സൃഷ്ടി ആരംഭിക്കണത്. ഭൂത ഭൗതിക പ്രപഞ്ചങ്ങളൊക്കെ ബ്രഹ്മദേവനിലും, ബ്രഹ്മദേവൻ ശ്രീനാരായണനിലും, ശ്രീനാരായണൻ മാനസദേവനിലും, മാനസദേവൻ ബ്രഹ്മത്തിലും ലയിക്കണം. ഇതാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ സാമാന്യ വിവരണം. ആകാശം, വായു, അഗ്നി എന്നിങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളുടെ വ്യാപ്തി വിശേഷങ്ങളും അവയുടെയൊക്കെ പ്രത്യേക ശക്തികളെയും ജീവൻ്റെ സ്വഭാവത്തിനെയും കർമ്മപ്രചോദനങ്ങളോടുകൂടി ഉണ്ടാകുന്ന ജനന മരണങ്ങളെയും പറ്റിയിട്ടുള്ള വിവരണം വിസ്തരിച്ച് തന്നെ ഭീഷ്മപിതാമഹൻ അവിടെ വെച്ച് യുധിഷ്ഠിരനെ പറഞ്ഞു കേൾപ്പിക്കുകയുണ്ടായി. മനുഷ്യൻ അവശ്യം ആചരിക്കേണ്ടതും നിരസിക്കേണ്ടതുമായ സംഗതികൾ എന്തൊക്കെയാ? അടുത്ത ചോദ്യം. സർവ്വസാധാരണമായിട്ട് ജനങ്ങൾ ആചരിച്ചു വരുന്ന സംഗതികളെയാണ് ആചാരങ്ങൾ എന്ന് പറയണത്. കുറച്ച് പേര് അതിന് വിരുദ്ധമായിട്ടും ചെയ്യും. അതിനെ അനാചാരം എന്നും പറയും. പൊതുസ്ഥലം, ജലാശയങ്ങൾ, പാടശേഖരങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം അരുത്. ആഹാരത്തിന് ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ എപ്പോഴും അടച്ചു വെക്കണം. ആഹരിക്കുന്നതിന് മുമ്പ് കൈകാലുകൾ കഴുകിയിട്ട് വേണം ആഹാരം കഴിക്കാൻ. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് കാലുകൾ കഴുകി വേണം കിടക്കാൻ. ഇങ്ങനെ പോണു ആചാരങ്ങൾ. ഈ ആചാരങ്ങളെ ശരിയായ വണ്ണം പരിപാലിക്കുന്നവർക്ക് ഐശ്വര്യവും ആരോഗ്യവും ശ്രേയസ്സും ഉണ്ടാവും.
ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ എന്താ പിതാമഹ? ആമ കൈകാലുകളെ എന്ന പോലെ ഈ ഭൗതിക പ്രപഞ്ചത്തെ ഏതൊരു പരമചൈതന്യം വഴിയായി പുറമേ വികസിക്കുകയും സന്ദർഭം വരുമ്പോൾ അതെല്ലാം ഉള്ളിലേക്ക് വലിക്കുകയും ചെയ്യുന്ന ആമ മാതിരിയാണ് ആധ്യാത്മികത. ആ ആധ്യാത്മികതയുടെ വേറൊരു പേരാണ് ബ്രഹ്മതത്വം. ആ ബ്രഹ്മതത്വത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ ചരാചരങ്ങളിലും ഈ പരമതത്വമാണ് ആത്മസ്വരൂപേണ വിളങ്ങണം. എന്നാൽ ഈ ചൈതന്യം മായ കൊണ്ട് മൂടപ്പെട്ട് കിടക്കുകയാണ്. അഭ്യാസം കൊണ്ട് ഈ ത്രിപുട എന്ന് വെച്ചാൽ മായ നീക്കാൻ കഴിയുമ്പോൾ താനാകുന്ന ആത്മസ്വരൂപത്തെ അറിയാൻ കഴിയുകയും സ്വരൂപസ്ഥിതിയെ പ്രാപിക്കുകയും ചെയ്യുന്നു. ചാരം മൂടിക്കിടക്കുന്ന കണൽ മാതിരിയാണ്. അതിലേക്ക് കാറ്റാകുന്ന നമ്മുടെ തപസ്, ജപം, നാമഞ്ചൊല്ലൽ ഇതൊക്കെ അടിക്കുമ്പോൾ കനൽ മാതിരിയുള്ള ആ ആത്മസ്വരൂപം നമ്മളിൽ വികസിക്കാൻ തുടങ്ങും. അതോടെ ബാഹ്യപ്രപഞ്ചത്തിൻ്റെയും ശരീരത്തിൻ്റെയും വിസ്മൃതി ഉത്ഭവിക്കുന്നു. ഉള്ളിലേക്ക് ഇറങ്ങുന്ന പ്രജ്ഞ മായയെ താണ്ടി വസ്തുസത്തയെ അറിഞ്ഞ് കൃതാർത്ഥപ്പെടുകയും ചെയ്യും. നല്ലപോലെ ജപം ചെയ്യുകയാണെങ്കിൽ അതിന് തപസ്സിൻ്റെ ഫലം കിട്ടും. ശ്രുതിയിലെ ഋക്കുകളോ ഗായത്രിയോ അല്ലെങ്കിൽ മറ്റ് പ്രസിദ്ധങ്ങളായ മന്ത്രങ്ങളോ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കണം. ഏത് മന്ത്രം ജപിക്കുകയാണെങ്കിലും അത് പ്രണവത്തോടുകൂടി വേണം ജപിക്കാൻ. പ്രണവമാണ് മന്ത്രശരീരത്തിലെ ചൈതന്യം. ദർഭാസനത്തിൽ വടക്കോ കിഴക്കോ തിരിഞ്ഞ് ദർഭ കയ്യിൽ പിടിച്ച് നീണ്ടു നിവർന്ന് പതിഞ്ഞിരിക്കണം. ദേവതാസ്മരണങ്ങളോടുകൂടി അന്യചിന്തയില്ലാണ്ട് വേണം ഭജിക്കാൻ. ജപം കൊണ്ട് എല്ലാ പാപങ്ങളും നശിക്കും. ചിത്തം പവിത്രമായി തീരും. ക്രമേണ പ്രജ്ഞയ്ക്ക് വീര്യവും ഏകാഗ്രതയും കൂടും. അപ്പോൾ ത്രിപുടകളൊക്കെ നീങ്ങി ആത്മസ്വരൂപം വിളങ്ങാൻ തുടങ്ങും. നിത്യം ജപിക്കണ ഭക്തന് ഭയം, വ്യസനം, ക്രോധം എന്നിങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടാവുകയില്ല. ഈ ജപത്തിലേക്ക് എത്താൻ നല്ലൊരു മാർഗമുണ്ട്. അതെന്താ? മനസ്സറിഞ്ഞുകൊണ്ട് നാമം ചൊല്ലുക. അങ്ങനെ നാമം ചൊല്ലി മനസ്സ് ഏകാഗ്രതയാവുമ്പോൾ ജപത്തിലേക്ക് കിടക്കാം. ജപിക്കണ സമയത്ത് മറ്റു ചിന്തകളോ സങ്കല്പങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും ഉദിച്ചു വരാൻ പാടില്ല. ഉറക്കം തൂങ്ങരുത്, അശ്രദ്ധ അരുത്, എപ്പോഴും ജാഗരൂകനായിരിക്കണം. അങ്ങനെ ജപത്തീന്ന് ധ്യാനത്തിലേക്ക് കിടക്കണം. ഈ ധ്യാനത്തിലാണ് നമുക്ക് നമ്മുടെ ആത്മചൈതന്യത്തെ തിരിച്ചറിയാൻ കഴിയണത്. വേണ്ട പോലെ ശരിയായി ജപിച്ചാൽ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് മുക്തി കിട്ടും. നാമം ചൊല്ലി മനസ്സിനെ ഏകാഗ്രതയിലെത്തിച്ച് ജപം തുടങ്ങി എല്ലാ ചിന്തകളും മാറ്റി ധ്യാനത്തിലെത്തുമ്പോൾ നമ്മൾക്ക് നാം ആരാണ് എന്നുള്ള സത്യം മനസ്സിലാവും. അതോടുകൂടി ഈ ലോകത്തുള്ള മരണഭയം, ദുഃഖം എല്ലാം ഇല്ലാണ്ടാവും. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശീസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.